മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ നമ്മുടെ BSS ഗുരുകുലത്തിലെ സ്നാപ്പി കിഡ്സുമായിട്ട് ഔട്ടിങ്ങിൻ്റെ വീഡിയോ ആണ്. നമ്മളെ ബസ്സിലോട്ട് കയറാൻ പോകുന്ന എല്ലാ കുട്ടികളും ഞങ്ങൾ പോകുന്നത് ആതിരപ്പള്ളി സിൽവർ സ്റ്റോമിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ LP നിന്നും UP നിന്നും ആയിട്ട് ഏതാണ്ട് 130ഓളം കുട്ടികൾ പോകുന്നുണ്ട് കേട്ടോ. സംഭവം എന്തായാലും ഉഷാറാണത്. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പാരൻസൊക്കെ യാത്രയൊക്കെ പറഞ്ഞവർ ബസ്സിലോട്ട് കയറുകയാണ്. അങ്ങനെ 3 ബസ്സുകളിലായിട്ട് 132 കുട്ടികളാണ് പോകുന്നത്. അങ്ങനെ അതേ നമ്മുടെ സ്കൂളിൽ നിന്ന് ബസ് എടുത്ത് രാവിലെ ഏതാണ്ട് ഒരു 8 മണിയോട് കൂടി ബസ് എടുത്തിട്ടുണ്ട്. ടീച്ചേഴ്സ് എല്ലാം ബസ്സിൽ ഭയങ്കര ആട്ടം പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. കുട്ടികളും അതിനനുസരിച്ച് കൂടെ തന്നെ കളിയൊക്കെയാണ്. പാട്ട് വെച്ചിട്ടുണ്ട് ബസ്സിൽ. പിന്നെ കുട്ടികളുടെ വെക്കേഷൻ പോണ മുന്നോടിയുള്ള വീഡിയോ ആണ് ഞാൻ കുറച്ച് ഇടാൻ വഴി. അങ്ങനെ കുതിരാൻ തുരങ്കം എല്ലാം കടന്ന് കുട്ടികൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു കുതിരാൻ തുരങ്കം എല്ലാം കടന്ന് പോകുമ്പോൾ. എന്തായാലും ഗംഭീരമായി ഞാൻ ആ ഒരു ബസ്സിലുണ്ടായിരുന്നു. എനിക്കും കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. സോ നൈസ്. അത് ടീച്ചേഴ്സ് എല്ലാം നല്ല ഓൺ മൂഡിലാണ്, സെറ്റ് കളിയൊക്കെ ആയിട്ട് പോകുന്നു. നമ്മൾ എല്ലാ കൊല്ലവും ഇതുപോലെ സ്നാപ്പി ചാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കുട്ടികളായിട്ട് ഇങ്ങനെ ഔട്ടിംഗ് ഉള്ളതാണ്. ഞങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷം ഞങ്ങൾ മലമ്പുഴയിലാണ് കൊണ്ടുപോയത് ഫാൻറ്റസി പാർക്കിൽ. അപ്പോൾ ഇത്തവണ നമ്മൾ ആതിരപ്പള്ളി സിൽവർ സ്റ്റോമിലാണ് പോകുന്നത്. സംഭവം അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവിടെ എത്തിയ പാടെ നമ്മൾ കുട്ടികൾ സ്നാക്സ് കഴിക്കാനും മറ്റു ആയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ആ സമയം കൊണ്ട് നമ്മൾ ടീച്ചേഴ്സ് പോയി ടിക്കറ്റും മറ്റു പാസ്സെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി ഷാഹിന ടീച്ചർ പോയിട്ടുണ്ട്. കുട്ടികൾ വന്നപാടെ അവരൊക്കെ ഒന്ന് സെറ്റിലാക്കി അവർക്ക് വാഷ്റൂമിന് പോകാനും അതുപോലെ തന്നെ സ്നാക്സ് കഴിക്കാനൊക്കെ ഉള്ളൊരു സാവകാശം കൊടുത്ത ശേഷമാണ് ഞങ്ങൾ അകത്തോട്ട് കയറുന്നത്. അങ്ങനെ ബാക്കിയെല്ലാം ഒരു ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുട്ടികളെല്ലാം സ്നാക്സ് കഴിച്ച് റെസ്റ്റ് എടുക്കാൻ കേട്ടോ. അകത്ത് കയറുന്ന മുന്നോടുള്ള ചെറിയൊരു ബ്രേക്കാണിത്. അങ്ങനെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പായി. അങ്ങനെ എല്ലാവരും കൂട്ടിച്ചേർത്ത് വളച്ച് നിർത്തി ഒരു ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ ഞാൻ പാസ്സാക്കി. അടിപൊളിയായിട്ട് ക്യാമറയിൽ എടുത്തായിരുന്നു. കൂടെ എൻ്റെ മൊബൈലിലും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ പോകണം. അപ്പോൾ അകത്തോടാണ് ടിക്കറ്റ് കൗണ്ട് കയറി ചെല്ലുമ്പോഴേ കാണാൻ പറ്റും. പക്ഷേ അതിന് ടീച്ചർ വാടാ മക്കളെ കയറി വാടാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിളിച്ച് എഴുതുന്നുണ്ട്. അങ്ങനെ കയറിപ്പോയത് ആദ്യം ആതിര ടീച്ചറാണെന്നേ ഉള്ളൂ. അങ്ങനെ ആതിര ടീച്ചറാണ്. ടീച്ചേഴ്സ് പോയതും ടീച്ചറുടെ പുറകിൽ കുട്ടികളെയും കൂടി കയറ്റി വിടാമെന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ കുട്ടികളെ കയറുന്നുണ്ട്. അങ്ങനെ നീതു ടീച്ചറും ആതിര ടീച്ചറും പരിപാലങ്ങളൊക്കെ ആയിട്ട് അകത്തോട്ട് കയറി. അങ്ങനെ ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കയറി കാണുന്നത്. അപ്പോൾ കയറിയ പാടെ അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻ തരണ്ടോ, എന്തൊക്കെ യൂസ് ചെയ്യും, എങ്ങനെ യൂസ് ചെയ്യാം, എന്തെല്ലാം നമ്മൾ ഫോളോ ചെയ്യണമെന്നൊരു ഇൻസ്ട്രക്ഷൻ ഒരു കുട്ടി തന്നായിരുന്നു. അതിനുശേഷം നമ്മുടെ ലഗേജ് എല്ലാം വെക്കുന്ന റൂമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നമ്മുടെ ബാഗെല്ലാം ലഗേജൊക്കെ വെച്ച് അവിടെ നമ്മൾ സേഫായി വെച്ച് ലോക്കറൊക്കെ ഉണ്ട്. അപ്പോൾ ലോക്കറിൻ്റെ കീ ഒക്കെ എടുത്ത് വെച്ച് അതാണ് ടീച്ചേഴ്സ് വെച്ച്. അങ്ങനെ നമ്മളെ ശ്രദ്ധ ടീച്ചറോട് വെച്ച് കണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അങ്ങനെ അടുത്ത റൈഡുകളിലോട്ട് പോകണ്ട. നമ്മുടെ കുട്ടികളൊക്കെ റൈഡിൽ കയറി. അങ്ങനെ ഫസ്റ്റിൻ്റെ ഒരു റൈഡിലൊക്കെ കയറിയിരിക്കുകയാണ്. അത് ഹാപ്പി ആയിട്ട് പോകുന്നു. അത് ടീച്ചേഴ്സ് നോക്കി നിൽക്കുന്നുണ്ട്. ബാച്ചായിട്ട് ഓരോ ടീച്ചേഴ്സിന് ഇങ്ങനെ കുട്ടികൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ബാച്ചിലും എല്ലാ കുട്ടികളും എല്ലാ റൈഡിലും എത്തുന്ന പോലെ അവർക്കെല്ലാം കയറാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ടീച്ചേഴ്സും അതാ റൈഡുകൾ കൊണ്ടുപോകൊണ്ട് സെറ്റല്ലേ, കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. സെറ്റാണ്. അപ്പോൾ ഗംഭീരമായിട്ട് ഓരോ റൈഡും പോകുന്നു. കുറച്ച് കുട്ടികൾ അതേ ഒരു ഊഞ്ഞാലിലൊക്കെ ഇരുന്നിട്ട് അത് കുറച്ച് പേടിയാകുന്നൊക്കെ ആണെങ്കിലും അവരൊക്കെ അതും എല്ലാം ആസ്വദിക്കേണ്ട കുട്ടികൾ. അതേ കൂടെ ടീച്ചേഴ്സും ഒട്ടും മടിയില്ലാതെ എല്ലാത്തിലും കയറി ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നു. വിത്ത് കുട്ടികളോട് ചേർന്നാൽ കുട്ടികളാകുമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സത്യമാണ്. നമ്മളും ആ പ്രായത്തിലോട്ടങ്ങ് മാറിപ്പോവും. എല്ലാ പ്രശ്നങ്ങളും മറന്ന് അങ്ങനെ എൻജോയ് ചെയ്യുകയാണ് കുട്ടികളും. അതിൻ്റെ കൂടെ തന്നെ ടീച്ചേഴ്സും. അതൊരു ഹെലികോപ്റ്ററിൻ്റെ റൈഡാണ് തോന്നുന്നു. സംഭവം കയറി ഇറങ്ങിയൊക്കെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ മറ്റൊരു കുറച്ച് പേരെ കൂട്ടിക്കൊണ്ട് നമ്മൾ ഓരോ റൈഡിലും ടീച്ചേഴ്സ് എത്തിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല വെയിലായിരുന്നു. അപ്പോൾ അതുപോലെ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോ റൈഡുകളും ഓരോ വ്യത്യസ്തമായ കുട്ടികൾക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള മോഡലാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുട്ടികൾക്ക് ഇത് സ്പീഡ് പോരാ എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഇതിന് കുറച്ചുകൂടി സ്പീഡ് കുറച്ചുകൂടി ഹൈറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതും ആസ്വദിച്ചു. ഇതേ ഒരു കൊടവേറൻ ചേട്ടൻ നിൽക്കുന്നുണ്ട് അവിടെ. അങ്ങനെ കുട്ടികൾക്ക് വെള്ളം കൂടി വാട്ടർ പോയിന്റ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് വലിയൊരു അനുഗ്രഹമായി. കാരണം ഈ ഒരു ചൂടത്ത് ഇടയ്ക്കിടയ്ക്ക് വാട്ടർ പോയിന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതേ ഓരോ ടീച്ചർമാർ ഓരോരുത്തർ വിളിച്ച് കയറ്റുന്നുണ്ട് ഓരോ റൈഡിലോട്ട്. സംഭവം ഇത് റൊട്ടേഷനാണ്, ഫുൾ റൊട്ടേഷൻ ഗംഭീരമായിട്ടുണ്ട്. ടീച്ചേഴ്സും വെള്ളം കുടിക്കുന്നുണ്ട്, നല്ല ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സംഭവം ട്രംബോളിങ്ങിൻ്റെ മറ്റൊരു മെത്തേഡാണ്. ഒരു ഹില്ല് പോലെ സെറ്റാണിത്. അടിപൊളിയായിട്ട് കുട്ടികൾ കളിക്കുന്നുണ്ട് ഈ ഒരു സാധനത്തിൽ. പക്ഷെ നല്ല ചൂടായതുകൊണ്ട് തന്നെ കാല് പൊള്ളാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുട്ടികളൊക്കെ ഇറങ്ങി കേട്ടോ. അധികം ഓടിക്കളിച്ച് അവരെല്ലാം പെട്ടെന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ചെരുപ്പ് എൻ്റെ തലോടല്ലെന്ന് അവിടെ ഒരു ഗൈഡ് നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കേട്ടോ. സംഭവം കുട്ടികളത് അതിനെ പൊക്കത്തോടി ഓടുന്നു, ചാടുന്നു, മറിയുന്നു. ഭയങ്കര അതിനകത്ത് എയറാണ് ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കുട്ടികൾ സെക്യൂറാണ്. പക്ഷെ തെറിച്ചൊന്നും വീഴത്തില്ല. അടിപൊളിയായിട്ടുണ്ട്. അപ്പം അതും അങ്ങനെ കുറേ പേര് ആകർഷകമായിട്ട് അത് ഓടി വരുന്നുണ്ട് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അധികം വൈകാതെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വെയിലിൻ്റെ കാഠിന്യം കാരണം ചൂട് കൂടിയുണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ പോയി. പിന്നെ അവിടുത്തെ റൈഡിലൂടെ ഇതെല്ലാം വാട്ടർ ഐറ്റംസ് എല്ലാം ഉച്ചയ്ക്ക് ശേഷമായിട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫുഡെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത് സ്റ്റാർട്ടായിട്ടില്ല. അങ്ങനെ മറ്റു റൈഡുകളിൽ കുട്ടികളെ കൊണ്ട് എത്തിക്കാനുള്ള പണിയാണ് നോക്കുന്നത്. അങ്ങനെ കുട്ടികൾ കയറുന്നുണ്ട്. താറാവിലും പൂച്ചയിലും മാനിലും മയിലും അങ്ങനെ ഒരുപാട് റൈഡുകളിൽ കയറുന്നുണ്ട്.
ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഓർമ്മ ഒരു സിനിമ ഓർമ്മ ഉണ്ടോ, CID മൂസിയിലെ ടീച്ചറോട് കയറിയപ്പോഴത്തേക്കും കറക്റ്റ് സലീം കുമാർ ട്രെയിനിൽ പോകുന്നൊരു ഫീൽ എനിക്കുണ്ടായത് കേട്ടോ. സംഭവം ഏതാ ഞെക്കേണ്ടതെന്ന് അറിയത്തില്ല. ടീച്ചർ ഒരെണ്ണം ഞെക്കിയാൽ അത് പൊങ്ങും, മറ്റൊന്ന് ഞെക്കിയാൽ താഴും. ഇപ്പോൾ ഓറഞ്ച് ആണ് നമ്മൾ ഹൈറ്റ് പോകാൻ വേണ്ടത്, ഗ്രീൻ താഴേക്കുള്ളതാണ്. ടീച്ചറിനെ അത് പഠിപ്പിച്ച് കയറ്റി വിട്ടിട്ടുണ്ട്, അങ്ങനെ വിട്ടിച്ച് പോയിട്ടുണ്ട്. സംഭവം കുട്ടികളൊക്കെ പിന്നെ സ്മാർട്ടായതുകൊണ്ട് അവർക്കെല്ലാം അറിയാമല്ലോ. അവരത് ഹായ് എന്നൊക്കെ പറഞ്ഞ ടീച്ചേഴ്സൊക്കെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ഹായ് ടാറ്റ ടാറ്റ ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ സലീം കുമാർ ഒന്ന് ഓർമ്മിക്കാൻ കഴിഞ്ഞു ഈ സംഭവത്തോടുകൂടി. അടിപൊളി. ഇതിന് അടുത്ത സൈഡിലോട്ട് പോകുന്നുണ്ട്. കുറച്ച് പേര് താറാവ് തിരിച്ചെത്തിയിട്ടുണ്ട്. താറാവിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് പേര് വേറൊരു റൈഡിലോട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ എന്താ സംഭവം അറിയോ, ഇവിടെയാണ് നമ്മുടെ കുട്ടികൾ ടീച്ചേഴ്സ് എല്ലാം ഹായ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്താണാവോ അടുത്തത് ബോട്ടിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ബോട്ടിൽ കയറാൻ വേണ്ടി കുറച്ച് കുട്ടികൾ ബോട്ടിൽ പോയിട്ടുണ്ട്. അങ്ങനെ 7th സ്റ്റാൻഡേർഡ് കുട്ടികളൊക്കെ ബോട്ടിൽ ഇങ്ങനെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ അവർക്ക് സെൽഫായിട്ട് പോകേണ്ടവർക്ക് അവർക്കറിയാം അങ്ങനെ പോകണം. വലിയ ആഴമൊന്നും ഇല്ലാത്ത കുളമായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. കുളം എന്ന് പറയാൻ ചെറിയൊരു സ്പേസ് ഉള്ളത്, എങ്കിലും അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സും ഉണ്ട്, കൂടെ കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഓരോരോ ഒരു 4ഓളം ബോട്ടുകളുണ്ട്, സ്പെഡൽ ബോട്ടുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ പോകുന്നുണ്ട്. അങ്ങോട്ടല്ല ഇങ്ങോട്ട്, ഞാൻ ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ എന്ന് അറിയാണ്ട് കുറേ പേര് ചവിട്ടി തുഴഞ്ഞ് താഴ്ന്നു. മറ്റു കുറേ ടീച്ചേഴ്സും പിള്ളേരും കൂടി കാർ ഡാഷ്, എൻ്റെ മുന്നിൽ കാർ ഇടിച്ച് തകർക്കുന്നുണ്ട്. ടീച്ചറാണല്ലോ പിള്ളേരെന്ന് അറിയത്തില്ല, എല്ലാവരും കൂടി വാശിയോടെ ഇടിച്ച് കയറുന്നുണ്ട്. 4-5 കാറുണ്ട്. പിന്നെ പിള്ളേരെല്ലാം ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതും ഭയങ്കര ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ട്രെമ്പോളിങ്ങിൽ കുറേ പേര് ചാടുന്നു. ഈ സംഭവം ഭയങ്കര ബാലൻസിങ് ആട്ടോ, ഭയങ്കര നമ്മൾ കൺട്രോൾ ചെയ്യണം ബോർഡിനൊക്കെ. അവിടെ കുറച്ചൊരു ട്രെമ്പോളിൽ ചാടിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് കുറച്ചൊരു വേറൊരു ഗെയിമിന് പോയിട്ടുണ്ട്, അത് കാണിച്ചു കേട്ടോ. അത് ബോൾ ക്യാച്ചിങ് ആണ്. അത് ഒരു ഓൾറെഡി റൈഡിൽ ചെയ്തുകൊണ്ട് ഒരു ബോൾ ക്യാച്ച് ചെയ്യണം. ആ റൈഡ് ചെയ്യുന്ന സംഭവം മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അതിനകത്തുനിന്ന് ബോൾ ഇങ്ങനെ കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ബോളിനെ ക്യാച്ച് ചെയ്യാൻ കുറേ പേര് ശ്രമിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി അവർ വീണ്ടും ട്രെമ്പോളിൽ പോയി ചാടുന്നു. കുറേ ബിരുദന്മാർ സമ്മർ സാൾട്ടും ബാക്ക് സാൾട്ടും ഫ്രണ്ട് സാൾട്ടും ഒക്കെ ചെയ്യുന്നത്, എന്തൊക്കെ അടിപൊളി, ഒരു രക്ഷയില്ല. അങ്ങനെ ഈ കുറേ വിദ്യകൾ അങ്ങനെയും കണ്ടു. ഇതിനിടയ്ക്ക് യാദൃശ്യമായ ഒരു സംഭവം കണ്ടു. അതൊക്കെ പൈനാപ്പിളിൻ്റെ ഒരു കുഞ്ഞ് സാധനം, സംഭവം അതിന് വെറൈറ്റി ആയിട്ട് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കേട്ടോ ഈ ഒരു കുഞ്ഞ് സാധനത്തിന്. അടിപൊളിയായിട്ടല്ലേ, കഴിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇതാണ് വേറൊരു വ്യൂ പോയിന്റ് ആണെങ്കിൽ പറയാം. വ്യൂ കൊള്ളാലെല്ലാം. അത് കുറച്ച് പേര് കുതിരപ്പുറത്ത് കയറി പോകുന്നുണ്ട്. രാജാക്കന്മാർ എങ്ങോട്ടാണാവോ, പോട്ടെ. അതെ, ബൈ. അതെ, കുറേ പേര് കുതിര ഭയങ്കര സ്ലോ ആണ്, പഴയതല്ലേ അതുകൊണ്ടായിരിക്കാം. അങ്ങനെ കുതിരയും കയറി പോകുന്നു കുറച്ച് പേർ. അങ്ങനെ കുറേ പേർ നോക്കി നിൽക്കുന്നു. കുറച്ച് പേര് ഒരു വേറൊരു റേഡിയോ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പെറ്റ് അനിമൽസിനെ, ബേർഡ്സിനെയൊക്കെ കാണാൻ വേണ്ടി പോയിട്ട് അവിടെ കിടന്ന് കൈ കൊടുക്കുന്നു തൊടാൻ പാടിതൊക്കെ പറയണ്ടായിരുന്നെങ്കിലും അവരതും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു പാമ്പ് കേട്ടോ, പൈത്തൻ കുറേ വർഗത്തിൽപ്പെട്ട സാധനം, പാമ്പ് അടിപൊളിയായിട്ടുണ്ടോ. ആശ നല്ല ഫുഡൊക്കെ കണ്ടിരിക്കാൻ തോന്നുന്നു. മൊത്തം കറങ്ങി നടക്കുന്നുണ്ട് നമ്മുടെ പിള്ളേർ. അതെല്ലാം ഭയങ്കര കൗതുകമായി. സൂപ്പറാണ് കേട്ടോ കാണാൻ. ഇത് അവരുടെ അടുത്ത് കൈ തരും, പക്ഷേ കുറച്ച് കാശ് കൊടുക്കുന്നേ ഉള്ളൂ. നമ്മളെന്താ അതിനെ മുതിർന്നില്ല. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ സമയത്ത് കുറച്ച് റെസ്റ്റ് എടുക്കുന്നു. ബാക്കി എല്ലാവരും വേണ്ടി കഴിക്കാൻ വേണ്ടി അതിനെല്ലാം വന്നപ്പോഴത്തേക്കും കഴിക്കാൻ കയറി കേട്ടോ. സംഭവം വെജിറ്റബിൾ ഫുഡ്, അങ്ങനെ എന്താ പറയുക, സദ്യ എന്ന് വേണമെങ്കിൽ പറയാം. ചോറും 2 കറികളും ഒരു അതുപോലെ തന്നെ മോര് കറി എന്തൊക്കെയൊക്കെ ഉണ്ട്. സംഭവം കൊള്ളായിരുന്നു, വലിയ മോശമില്ലാതെ പറയാം ഫുഡ്. ഓക്കെ, പപ്പടവും അച്ചാറും ഒക്കെ ആയിട്ട് അങ്ങനെ ആ ഫുഡും കഴിച്ചു കഴിഞ്ഞു. നമ്മളത് സംഭവം ഓക്കെയാണ്. കുട്ടികൾക്ക് പിന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഫുഡ് നമുക്കറിയാമല്ലോ, പക്ഷെ നമുക്കത് കൊടുക്കാൻ പറ്റില്ല. കാരണം അറിയോ, അതിൻ്റെ ഹെൽത്താണ് ബെസ്റ്റ് തിങ്. അപ്പം നമ്മൾ നല്ല വെജിറ്റബിൾ ഒരു സദ്യയാണ് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോസിലോട്ടും ഇങ്ങനെ എൻജോയ്മെൻറ്റിലോട്ടും കിടന്നിട്ടാണ്. ഷാഹിൻ ടീച്ചർ ആൻഡ് പരിപാലങ്ങൾ അവിടെ നിന്ന് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുകയോ വീഡിയോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആവശ്യമില്ലേ എന്ന് പറഞ്ഞ് എടുത്ത് കൊടുത്തു. പിന്നെ കുറച്ച് പേര് ഇങ്ങനെ പൂളിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാട്ടോ. നീതി ടീച്ചറും പിള്ളേരും അംഗത്തിന് ഇറങ്ങാൻ പോവാണ്. യോ യെസ്, അങ്ങനെ അവർ പോകുന്നത്. ഇനി വെള്ളത്തിലുള്ള കളിയാണ്. ഈ കളിയൊക്കെ കഴിഞ്ഞു, കരയുള്ള കളികൾ കഴിഞ്ഞ് ഇനി വെള്ളത്തിലോട്ടുള്ള കളികളാണ്. അവരെല്ലാം സെറ്റാണ്. പോയി തുടങ്ങി ഇറങ്ങി. കാലത്ത് കുളിച്ചവരും കുളിക്കാത്തവരും ഇനി വെള്ളം കാണാത്തവരും ഉൾപ്പെടെ എല്ലാവരും തന്നെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ. സംഭവം ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ ആരും മിസ്സാക്കില്ലല്ലോ. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് കളിയുടെ മേളമായിട്ടുണ്ട്. എന്തായാലും ഞാൻ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുകളിൽ തന്നെ കരയ്ക്ക് നിന്നുള്ള പണിയുള്ളൂ, വെള്ളത്തിൽ ഇറങ്ങുന്നില്ല ഇത്തവണ. ഓക്കെ, അങ്ങനെ ഫോട്ടോസൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കുഞ്ഞു പിള്ളേരും പെറുക്കിയെടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്ത് പോകുന്നത് വേവ് പൂളിലോട്ടാണ് കേട്ടോ. അവിടെ പോകുന്നത് പറഞ്ഞിട്ട് സംഭവം ഓൾറെഡി അനൗൺസ്മെൻറ്റ് കേട്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു കപ്പലൊക്കെ നങ്കൂരിട്ട് കിടക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഒരുപാട് എത്തിയിട്ടുണ്ടായിരുന്നു. നോക്കൂ, സംഭവം കുറച്ച് കുട്ടികൾ ഗേൾസിന് വേറെ ബോയ്സിന് വേറെ പിന്നെ ഏജ് കാറ്റഗറിക്ക് ഓരോ ഇൻവിറ്റിന് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മാത്രം കളിക്കാൻ പോകും. പിന്നെ എല്ലാത്തിലും അറിയോ അതിൻ്റെ വേറെ സ്പെഷ്യാലിറ്റി, എല്ലാത്തിലും 2-3 അതിൻ്റെ ലൈഫ് ഗാർഡുകളുണ്ട് കേട്ടോ. എല്ലാത്തിലും വെള്ളത്തിൽ അവർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മളില്ലെങ്കിൽ പോലും ഓൾറെഡി അവരുണ്ട് വെള്ളത്തിൽ. ലൈഫ് ഗാർഡ് കണ്ടു, ഇഷ്ടം പോലെ സെക്യൂരിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഇഷ്ടം പോലെ സൈഡ് മൊത്തം നിൽക്കുന്ന അവരുടെ സെക്യൂരിറ്റീസ് ആണ്.
ഓക്കെ, ആ ചുവന്ന ഡ്രസ്സ് മാക്സിമം വരെ ഒരു സെക്യൂരിറ്റീസ് ആയിട്ട് ഒരു എന്തായാലും കൊള്ളാം. കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ അടിപൊളിയായിട്ട് കുറച്ച് പിള്ളേർ എൻജോയ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഒരു മുകളിൽ കയറി അങ്ങനെ അവിടെ നിന്ന് വീണ്ടും അടുത്ത സ്റ്റേഷനിലോട്ട് പോവാണ്. എല്ലാവരും കയറി യോയോ എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. അടുത്തിന് റെയിൻ ഡാൻസ് ആണ് കേട്ടോ. റെയിൻ ഡാൻസ് എന്ന് പറയുമ്പോൾ ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് വേറെ ലെവലാണ്. എസ്പെഷ്യലി ടീച്ചേഴ്സും കൂടി ചേരുമ്പോൾ അടിപൊളി ഡാൻസ് ആണ്. ഞങ്ങൾ ചെന്നു, അവിടെയും അങ്ങനെ ഗേൾസിന് വേറെ ബോയ്സിന് വേറെ വേണ്ടിയിട്ട് ബാരിക്കേഡ് പോലെ കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ ഓടി ചാടി കളിക്കുന്നു. അവിടെ തെന്നാതിരിക്കാൻ വേണ്ടി ഗ്രിപ്പ് ഉണ്ട് ആ തറയിൽ. ആ തറ കുറച്ച് ഗ്രിപ്പുള്ളതാണ്. അങ്ങനെ പായൽ പിടിക്കുകയോ തെന്നുകയോ ചെയ്യാത്തതാണ്. സംഭവം കൊള്ളായിരുന്നു അതും. അങ്ങനെ കുട്ടികൾ ചാടി ഓടി കളിക്കുന്നുണ്ട്. അതിലായിരിക്കോ വീഴുന്നുണ്ടായിരുന്നു. സംഭവം ബാലൻസ് പോയി വീണാണ്. ഡാൻസ് ഹായ് ഹായ് കളികളൊക്കെ ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പാട്ടൊക്കെ ആട്ടോ. എനിക്ക് ഇന്നതൊക്കെ വെച്ചാൽ കോപ്പി റൈറ്റിംഗ് അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ പാട്ടൊന്നും ഇടാത്തത്. എൻ്റെ വോയിസ് ഓവർ കൊണ്ട് തൃപ്തിപ്പെടും വിചാരിക്കും നിങ്ങൾ. അങ്ങനെ നിങ്ങളുടെ മക്കളെ എല്ലാവരും അടിച്ചു പൊളിച്ചുള്ള ഈ ഒരു വീഡിയോ അങ്ങനെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നു, ഷെയർ ചെയ്യുന്നൊക്കെ വിചാരിക്കുന്നു. ഇടയ്ക്കൊക്കെ നിങ്ങളൊരു മെമ്മറീസ് ആയിട്ട് കിടക്കട്ടെ. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതാണ് പിന്നീട് എപ്പോഴും കാണുമ്പോൾ ഒരു രസകരമായി ഓർത്ത് വെക്കാനുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ പങ്കുവയ്ക്കുക എന്നാണ് എൻ്റെ ഒരു ആശ. അപ്പം നല്ലൊരു മഴയും വന്നിട്ടോ. മഴ കഴിഞ്ഞതും നമ്മൾ തിരിച്ച് പോവാണ്. അങ്ങനെ ഫീഡ്ബാക്കെല്ലാം എഴുതി കൊടുത്തു. നല്ലൊരു മഴയാണ് പെയ്തത് അവിടെ. അങ്ങനെ കുട്ടികളൊക്കെ പറയും നോക്കി എല്ലാവരും മഴ ഒരു 1.5 മണിക്കൂർ പെയ്തു. നല്ല കാറ്റും മഴയായിരുന്നു. അപ്പോൾ അവരെല്ലാവരും സേഫാക്കി ഞങ്ങൾ തിരിച്ച് കയറ്റി കൊണ്ടുവരികയാണ്. അങ്ങനെ ഐസ്ക്രീം വന്നു. കുട്ടികൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി വന്നേ ഞങ്ങൾ പോകുമ്പോൾ കണ്ട ടെൻ്റൊക്കെ അവസ്ഥ കണ്ടോ. ടെൻ്റെല്ലാം കാറ്റും മഴ സമയത്തോടെ ഉണ്ടായത്. എന്തായാലും ദൈവാധീനം നമ്മളെല്ലാവരും സേഫാണ്, കുട്ടികളൊക്കെ സേഫാണ്. തിരിച്ച് വണ്ടിയിൽ കയറുന്നു. നേരത്തെ വരാൻ പറ്റിയതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുക്കാൻ പോവാണ്. അങ്ങനെ സിൽവർ സ്റ്റോമിൻ്റെ സ്റ്റാറ്റ പറഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഇതേ മരങ്ങളൊക്കെ അത്യാവശ്യം വീണ് കിടക്കുന്നു. കുറേ കാണാൻ പറ്റിയത് കുറേ പോസ്റ്റുകൾ ഇങ്ങനെ വീണ് കിടക്കുന്നു. ചെറിയ ചെറിയ ബ്ലോക്കെല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല മഴയാണ് പുറത്ത് പെയ്തെന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് ഇത് വനമേഖല ആയതുകൊണ്ട് തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പോസ്റ്റുകൾ KSEBിയുടെ വീണതെന്നൊക്കെ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും കാണാൻ പറ്റി. എന്തായാലും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയേഴ്സ്. ടാറ്റാ.